بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ജീവിതത്തിൽ ഒരു പരിശുദ്ധ റമളാൻ നമുക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് വലിയ ഭാഗ്യമായി തന്നെ കാണണം. ആയുസ്സിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. മഗ്ഫിറത്തിൻ്റെ 10 എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 ദിവസത്തെ, ഈ 10 രാപ്പകലുകളെ നമുക്ക് പരിചയപ്പെടുത്തിയത്. മഗ്ഫിറത്ത് എന്നത് ഭാഷ അർത്ഥങ്ങൾക്കപ്പുറത്തേക്കും ആശയതലങ്ങൾക്കപ്പുറത്തേക്കും മനുഷ്യൻ്റെ മനസ്സ് എത്തേണ്ട ഒരു വലിയ അനുഭവം എന്നാണ് പരിശുദ്ധ പ്രമാണങ്ങൾ ആ പദത്തെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. താൽക്കാലികമായി പാപമോചനം എന്ന് പറയാറുണ്ട് എങ്കിൽ പോലും മഗ്ഫിറത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം മാത്രമാണ് പാപമോചനം. മഗ്ഫിറത്ത് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു വലിയ മഹാഭാഗ്യം എന്ന രീതിയിലാണ്. അത് ലഭിച്ചാൽ എല്ലാം കിട്ടി എന്നതാണ്. മഗ്ഫിറത്ത് 2-ാമത്തെ 10 ആണെങ്കിലും 1-ലും 3-ലും പ്രാർത്ഥനകളിൽ നമുക്ക് മഗ്ഫിറത്ത് കാണാൻ കഴിയും. മഗ്ഫിറത്ത് തേടുന്നത് 2-ാമത്തെ 10 മാത്രമല്ല, ആദ്യത്തെ 10-ലും അവസാനത്തെ 10-ലുണ്ട്. എന്ന് പറഞ്ഞാൽ റമളാൻ പരിപൂർണമായും മഗ്ഫിറത്തുണ്ട്. നമ്മൾ നിസ്കാരശേഷം ചൊല്ലുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അടുത്ത വാക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്നതാണ്. റമളാനിലെ 3 10കളിലും ഈ ദുആ ഉണ്ട്. കൂടാതെ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന രംഗങ്ങൾ മുഴുവനും മഗ്ഫിറത്ത് ചോദിക്കുന്ന ഒരു ഘട്ടം കാണാൻ കഴിയും. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ബാത്റൂമിൽ നിന്നും പുറത്തു വരുന്ന ആള് പറയുന്നത് ഗുഫ്രാനക അല്ലാഹുമ്മ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി ലദാ വഅഫാനി എന്നാണ്. ഗുഫ്രാനക, അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്ത് ഞാൻ തേടുന്നു എന്നാണ് അതിനർത്ഥം. വുളൂഇന്റെ ശേഷമുള്ള ദുആ, വുളൂ അവസാനിച്ചു വന്നതിന് ശേഷമുള്ള ദുആ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഖിരീൻ വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ. മഗ്ഫിറത്താണ് നമ്മൾ അവിടെയും തേടിയിട്ടുള്ളത്. തായിബീങ്ങളിൽ, തൗബ ചെയ്യുന്ന ആളുകളിൽ, മഗ്ഫിറത്ത് കിട്ടിയവരിൽ ചേർക്കണമെന്നാണ് വുളൂവിന് ശേഷമുള്ള ദുആയിലും നമ്മൾ പറയുന്നത്. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച അദബുകൾ പാലിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് മഗ്ഫിറത്ത് കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് റമളാനിലെ 2-ാമത്തെ 10 മാത്രമല്ല, നാം വിചാരിച്ച ഒരു പാപമോചനം മാത്രമല്ല. ഭക്ഷണം കഴിക്കേണ്ട വിധം കഴിച്ചിട്ട് ഭക്ഷണശേഷം ഒരാൾ അള്ളാഹുവോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുന്ന, അല്ലെങ്കിലോ ഭക്ഷണം കഴിക്കുന്ന അദബുകൾ പാലിച്ചു കഴിഞ്ഞാൽ, ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, മൻ അക്കല തുആമൻ ഫഖാല അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ. ഇങ്ങനെ ഹംദ് ചൊല്ലിയിട്ടുള്ള ദിക്ർ ഭക്ഷണം കഴിച്ച ശേഷം ആരെങ്കിലും ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ അല്ലാഹു പരിപൂർണമായി മഗ്ഫിറത്ത് നൽകി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് മഗ്ഫിറത്ത് തേടുന്ന പ്രാർത്ഥന തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഇമാമാണെങ്കിൽ, മിഹ്റാബിലിരിക്കുന്ന ഇമാമാണെങ്കിൽ, അദ്ദേഹത്തിന്റെ മുട്ടുകാല് മഅ്മൂമിന്റെ നേരെ തിരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കാൽഭാഗം തിരിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് തിരിയുന്നതിന് മുമ്പ് പറഞ്ഞേ പറ്റൂ 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന്. അത് മഅ്മൂമീങ്ങളും പറയണം. നിസ്കാര ശേഷം ആദ്യം പറയുന്നത് 3 വട്ടം മഗ്ഫിറത്താണ്, മഗ്ഫിറത്ത് ചോദിക്കലാണ്.
അതിനപ്പുറത്തേക്ക് ഇനി പിന്നെയും കടന്നു കഴിഞ്ഞാൽ നിസ്കാരം അവസാനിക്കുന്നത് തന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങുന്ന മഗ്ഫിറത്ത് തേടുന്ന ദുആയാണ്. നിസ്കാരത്തിൽ സുജൂദുകൾ, 2 സുജൂദുകൾ, നിസ്കാരത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം സുജൂദാണല്ലോ. സുജൂദ് ഉള്ളത് കൊണ്ടാണ് നിസ്കാരം അഫ്ദലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹ എന്ന പദവി എത്തിയത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്രമം നിസ്കാരമാണെന്ന് പറയുന്നത് നിസ്കാരത്തിൽ സുജൂദ് ഉള്ളത് കൊണ്ടാണ്. സുജൂദ് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ ജോഡിയായി ചെയ്യുന്ന ഒരേ ഒരു അമല്, മറ്റൊരു അമലും ജോഡിയായി വരുന്നില്ല. ആ 2 സുജൂദിനെ 2 എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ ഫർളായ ഒരു ഇരുത്തമുണ്ട്. അതായത് തന്റെ അടിമ യജമാനനായ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവോട് അവന്റെ അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭമായ സുജൂദിൽ പോലും ഒരു പ്രാർത്ഥനയുടെ അവസരം കിട്ടിയത് അപ്പുറത്തും ഇപ്പുറത്തും 2 സുജൂദ് വെച്ച് അതിന്റെ ഇടയിലെ അനർഘമായ നിമിഷങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞ ഒരു നേരം, ആ സമയത്ത് ഒരു കുഞ്ഞു ദുആയുണ്ട്. ആ ദുആയിലൂടെ റബ്ബി ഗ്ഫിർലി വർഹംനി എന്ന് തുടങ്ങുന്ന 7ഓളം കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ചെറിയ സന്ദർഭം. അവിടെ ആദ്യം തന്നെ തുടങ്ങിയത് റബ്ബി ഗ്ഫിർലി മഗ്ഫിറത്ത് ചോദിച്ചുകൊണ്ടാണ്. അപ്പൊ ജീവിതത്തിന്റെ നിഖില നിമിഷങ്ങളിൽ റമദാന് പുറമെയും നമ്മൾ ഈ മഗ്ഫിറത്ത് നിരന്തരം അല്ലാഹുവോട് ചോദിക്കുന്നുണ്ട്. അപ്പോ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമടക്കമുള്ള എല്ലാ മേഖലകളിലും മഗ്ഫിറത്ത് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മഗ്ഫിറത്ത് എന്നതിന് പാപമോചനം എന്ന പാപമോചനം എന്നത് അതിന്റെ പല അർത്ഥങ്ങളിൽപ്പെട്ട ഒരു അർത്ഥം എന്ന് മാത്രമാണ്. മഗ്ഫിറത്ത് അനുഗ്രഹീതമായ ഒരു പദവിയാണ്. ആ പദവി കിട്ടിയാൽ പാപം പൊറുക്കും എന്നത് സ്വാഭാവികം മാത്രമാണ്. അതാണ് അതിന്റെ വസ്തുത. മഗ്ഫിറത്ത് എന്നത് അനുഗ്രഹീതമായ ഒരു പദവി, അത് കിട്ടിയാൽ പാപം പൊറുക്കും എന്നതാണ് അതിന്റെ ഒരു സ്വാഭാവികത. സത്യത്തിൽ മഗ്ഫിറത്ത് എന്നതിനപ്പോ എന്തർത്ഥം നമ്മൾ കൊടുക്കും? മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ അടിമയോട് കൊടുക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും എന്തോ അതിന് പറയാവുന്ന ഒരു വാക്കാണ് മഗ്ഫിറത്ത് എന്ന്. അള്ളാഹു അവന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന തൃപ്തിയും സ്നേഹവും എന്തോ അതാണ് മഗ്ഫിറത്ത്. അള്ളാഹു പുന്നാരിക്കാണ് അവന്റെ അടിമയെ. ഒരിക്കലും നരകത്തിന്റെ തീച്ചൂളയിലിട്ട് ചുട്ടുകരിക്കാൻ അള്ളാഹുവിന് ആഗ്രഹമില്ല. അള്ളാഹുവിന് ഇഷ്ടം പൂമെത്തയിലിട്ട് പുന്നാരിക്കാനാണ്. എന്തുകൊണ്ടാണ് അവൻ സ്വർഗത്തെ 8 കവാടം കൊണ്ടും നരകത്തെ 7 കവാടം കൊണ്ടും നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്? ഒരു ചാൻസ് കൂടുതൽ സ്വർഗത്തിലേക്കാണ്. അള്ളാഹു അങ്ങനെ തരട്ടെ. മാത്രവുമല്ല, നന്മകളെ അവൻ ഇരട്ടി എന്ന തോതിലല്ലാതെ സ്വീകരിക്കൂല. ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ ഇരട്ടി എന്ന തോതിലേക്ക് കൺവെർട്ടഡ് ആണ്. എന്നാൽ തിന്മ ചെയ്യുമ്പോൾ അതിന്റെ നോർമൽ ടൈപ്പിൽ തന്നെയാണ് ഇത് പോകുന്നത്. ഒരു തിന്മയെ ഒന്നായി തന്നെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ പരിഗണിക്കപ്പെടുന്നത്, ഒരു കുറ്റമായി തന്നെ. എന്നാൽ ഒരു നന്മയെ 10 എന്നും അത് പിന്നെ 100 ആണെന്നും ഒരു കാറ്റഗറി. ചില ഹദീസിൽ കാണാം 7, 70, 700, 7000 അങ്ങനെ അങ്ങ് പോകും. ഏതായാലും ഇരട്ടി എന്ന രീതിയിൽ തിന്മയെ പരിഗണിക്കപ്പെടുന്ന ചില അപൂർവ രംഗങ്ങൾ മാത്രമാണ്. അയൽവാസിയോട് വഞ്ചന ചെയ്യുമ്പോൾ, മാതാപിതാക്കളെ എതിർക്കുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തിന്മയെ അള്ളാഹു ഇരട്ടി എന്ന രീതിയിൽ പരിഗണിക്കാത്തത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. പരിശുദ്ധ റമദാൻ ഒരാൾക്ക് വരുന്നതിന്റെ മുഖവുരയിൽ റമദാൻ എന്ന 30 നാളിന്റെ മുമ്പ് 60 നാളുകൾ എന്ന പരിശീലനവും അതിനോടനുബന്ധമായുള്ള കർമ്മം ചെയ്യാനുള്ളതായ അതിന്റെ എല്ലാ രീതിയിലുള്ള മാതൃകകളും അള്ളാഹു ഒരു മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുവന്നു. റമദാനിൽ എന്തെല്ലാം നമുക്ക് തറാവീഹ് നിസ്കാരം പോലെയുള്ള ചുരുക്കം ചില അമലുകൾ ഒഴിച്ചു നിർത്തിയാൽ എന്തെല്ലാം റമദാനിൽ ചെയ്യാനുണ്ട്, അത് മുഴുവനും റജബിലും ഷഅബാനിലും നമുക്ക് ചെയ്യാമായിരുന്നു. റജബും ഷഅബാനും പൂർണ്ണമായും സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ പറ്റിയ മാസങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെ ഖത്മ് അത് സമാരംഭം കുറിക്കാൻ സ്വഹാബികൾ റജബും ഷഅബാനും തെരഞ്ഞെടുത്തതായി സുഫിയാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നു റജബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിലും മറ്റും പറയുന്നത്, ഷഅബാൻ മാസത്തിൽ ഒരു സ്വഹാബിയും മുസ്ഹഫിൽ നിന്നും മുഖം പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം എല്ലാ സ്വഹാബികളും മുസ്ഹഫിൽ മുഖം കുത്തിക്കിടക്കുകയായിരുന്നു എന്നാണ്. അത്രത്തോളം റജബും ഷഅബാനും നമ്മുടെ മുന്നിൽ 60 അവസരങ്ങൾ തന്നു, റമദാനിന്റെ 30 അവസരങ്ങൾക്ക് മുമ്പായി. എന്നിട്ടും അള്ളാഹു ആ 60 അവസരത്തെ ഉപയോഗിക്കാത്ത ആള് അതിന്റെ ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോ, റമദാനിലെത്തിയപ്പോൾ അള്ളാഹു അവനോട് ദേഷ്യം കാണിക്കല്ല ചെയ്തത്. അള്ളാഹു ആ മനുഷ്യനോട് ഒരിക്കലും വെറുപ്പ് കാണിക്കല്ല ചെയ്തത്. അള്ളാഹു പിന്നെയും കാരുണ്യത്തിന്റെ ഇടപെടലാണ് ആദ്യത്തെ 10 ദിവസത്തിൽ നടത്തിയത്.
സന്തോഷിപ്പിക്കുക ചെയ്തത്. എടോ, നിന്റെ റജബും ഷഅബാനും നിനക്ക് നഷ്ടപ്പെട്ടാലും റമദാൻ നിന്റെ മുന്നിലേക്ക് അള്ളാഹു വെച്ചു തന്നത് കരുണയുടെ 10 ദിനങ്ങൾ എന്നാണ്. അതായത് ആകെയുള്ള ഇനി 30 ദിവസത്തിന്റെ അരങ്ങേറ്റ ദിവസങ്ങളായ 30 ദിവസം, 60 നാളുകളുടെ പരിശീലനം കഴിഞ്ഞ് അരങ്ങേറ്റത്തിന്റെ 30 ദിവസം, അതിന്റെ ആദ്യത്തെ 1/3 ഭാഗം തന്നെ പിന്നെയും അള്ളാഹു വിട്ടുവീഴ്ചയുടെ 10ആയി നിന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയത് അള്ളാഹുവിന്റെ കരുണയാണ്. അള്ളാഹു കരുണ ചെയ്യട്ടെ. അത് ബോധ്യപ്പെട്ട മനുഷ്യൻ അള്ളാഹു ചെയ്ത കരുണയെ ബോധ്യപ്പെടാൻ 10 ദിവസത്തെ തീഷ്ണമായ പരീക്ഷണം പരിശുദ്ധ റമദാനിന്റെ വ്രതവിശുദ്ധിയോടുകൂടെ, അത് കഴിഞ്ഞിട്ട് ആ 10 ദിവസം ബോധ്യപ്പെട്ടാൽ അവൻ പിന്നെയും ചെന്നു ചേരുന്നത് അതിലേറെ വലിയ കരുണയിലേക്ക്. മർഹമത്ത്, റഹ്മത്ത് എന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു പടി അപ്പുറത്തേക്ക് കടന്നു നിൽക്കാണ് മഗ്ഫിറത്ത് എന്നത്. കരുണയോടുകൂടെ തന്നെ അള്ളാഹുവിന്റെ ഒരു ചേർത്ത് പിടിക്കൽ കൂടിയാണ് മഗ്ഫിറത്തിൽ കാണാനുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സ്വർഗം പോലും അള്ളാഹു ഈ മഗ്ഫിറത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. സ്വർഗം കിട്ടുക എന്നത് ഒരു വലിയ മഹാഭാഗ്യമാണ്. പക്ഷേ സ്വർഗം കിട്ടുന്നതിന് മുമ്പ് മഗ്ഫിറത്ത് കിട്ടാതെ സ്വർഗമല്ല. സ്വർഗം എവിടെയും ഖുർആൻ പറഞ്ഞിട്ടുള്ളത് മഗ്ഫിറത്തിന്റെ ശേഷമേ പറഞ്ഞിട്ടുള്ളൂ. മഗ്ഫിറത്ത് എന്നത് സ്വർഗം കിട്ടാനുള്ള ഒരു പദവിയാണ് എന്ന് പറഞ്ഞാലും തെറ്റ് കാണുന്നില്ല. അതൊരു പാപമോചനത്തിൽ പരിമിതമല്ല. ഒരു ബേക്കറി വാങ്ങാൻ പോയോടത്ത് ആ ബേക്കറിയിൽ നാം വില കൊടുത്തു വാങ്ങിയ സാധനം എന്തോ അത് കിട്ടുന്നതിനോടനുബന്ധമായി അത് പൊതിഞ്ഞ ഒരു ഷീറ്റ് പേപ്പർ കിട്ടാം, ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കവർ കിട്ടാം, പിന്നെ ആ പേപ്പറിന്റെ മുകളിലൂടെ ആ പൊതി അഴിഞ്ഞു പോകാതെ ചുറ്റിയ ഒരു റബ്ബർ ബാൻഡ് കിട്ടാം. ഒരാൾ ബേക്കറിയിൽ പോയത് ഈ റബ്ബർ ബാൻഡ് കിട്ടാനാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ, അവൻ ബേക്കറിയിൽ പോയത് ആ റബ്ബർ ബാൻഡ് കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അവൻ ബേക്കറി വാങ്ങിയത് ആ കവർ കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്, ശരിയാണല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരാള് മഗ്ഫിറത്ത് അള്ളാഹുവോട് ചോദിച്ചത് പാപം പൊറുക്കാനാണെന്ന് പറഞ്ഞാൽ പാപം പൊറുത്തിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ പാപം പൊറുക്കാനാണോ, അതെന്തിനാണെന്ന് അറിയാനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു ഇൽമിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കരുണയും സ്നേഹവും തൃപ്തിയും തന്റെ അടിമയിൽ പൊതിയുന്ന ഒരവസ്ഥക്കാണ് മഗ്ഫിറത്ത് എന്ന് പറയാം. അത് കിട്ടിയ പാപം പൊറുക്കൽ അതിന്റെ ഭാഗമായി വന്നിരിക്കും. തുണി കഴുകുന്ന നേരത്ത് തുണിയിലെ ചെളിയും പോകാറുണ്ട്, അതോടൊപ്പം തന്നെ കഴുകുന്ന ആളുടെ കയ്യിലെ ചെളിയും പോവാറുണ്ട്. പല നേട്ടങ്ങൾ അതിനോടനുബന്ധമായി തന്നെ ഉണ്ട്. ആ പരിസരം ഒന്ന് വൃത്തിയാകാറുണ്ട്. ആ കല്ലിലും ഉണ്ടായിരുന്ന ഒരല്പം ചെളി, അതും പോയിട്ടുണ്ട്. അങ്ങനെ ആകെ ഒരു വൃത്തിയാക്കലാണ് ഈ മഗ്ഫിറത്ത്. ആ വൃത്തിയാക്കൽ നടന്നുകൊണ്ടിരിക്കാം. അള്ളാഹു ആ വൃത്തിയാക്കൽ നമ്മുടെ ഖൽബിന്റെ അകത്തേക്ക് ആക്കി തരട്ടെ. പരിശുദ്ധ റമദാൻ ആ വൃത്തിയാക്കലിന് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട നാളുകളാണെന്ന് ഖുർആൻ പറയുന്നു. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. കാലം എത്ര കഴിഞ്ഞാലും ഈ വൃത്തിയാക്കൽ ഏത് സമൂഹത്തിലും നോമ്പ് എന്ന ലക്ഷ്യത്തിലൂടെ അള്ളാഹു വെച്ചിരിക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നസീബാക്കട്ടെ. സ്വർഗം പോലും, അള്ളാഹുവിന്റെ സ്വർഗം പോലും ഒരാൾക്ക് കൊടുക്കുന്നത് ഈ മഗ്ഫിറത്തിന്റെ മഹാപദവി കിട്ടിയ ശേഷമാണ്. മഗ്ഫിറത്തിന്റെ മഹാപദവി കിട്ടിയാൽ ആ സ്വർഗം കിട്ടും. സ്വർഗത്തിന് പോലും മഗ്ഫിറത്തിന്റെ വിലയുടെ താഴെ വിലയാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ മഗ്ഫിറത്തിലേക്ക് ഒരു സമയം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ വേഗം അടുക്കണം എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നഹ് അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സൂറത്ത് ആൽ ഇംറാൻ. നിങ്ങൾ ധൃതി വെക്കണേ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. സാരിഉ എന്ന് പറയുന്ന സുർഅത്തും അജ്ലത്തും ഉണ്ട്, രണ്ടും ഉണ്ട്. സാധാരണ ധൃതിക്ക് പറയുന്ന രണ്ട് പ്രയോഗങ്ങളാണ്. ഒന്ന് സുർഅ, രണ്ട് അജ്ല. അറബികളൊക്കെ പറയും വേഗം ഒരു കാര്യം ചെയ്യാൻ നേരത്ത് എന്താ ജമാലൊക്കെ പറയാ? സുറ സുറ എന്ന് പറയും അല്ലേ? സൂറ എന്നാണ് അവർ പറയുക. സത്യത്തിൽ അത് ശരിക്കും വാക്കെന്താ? സൂറ പാത്തോ ഒന്നും അല്ല, സുർഅയാണ്. സുർഅ എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈം എത്തിക്കഴിഞ്ഞാൽ വേഗം ആവലിനാണ് സുർഅ എന്ന് പറയാം. സുർഅത്ത്, ഇവിടെ സുർഅത്താണ് പറഞ്ഞത്. ടൈം എത്തിക്കഴിഞ്ഞ് ഇനി നിനക്ക് മരിക്കാൻ ഒരുപാട് നേരമൊന്നുമില്ല, നിന്റെ ടൈം എത്തിക്കഴിഞ്ഞു. അജ്ലത്ത് കാണിക്കാന്ന് പറയും. അതിന് നല്ലൊരു മലയാളം ഞാൻ നോക്കിയിട്ട് കിട്ടിയത് ആക്രാന്തം കാണിക്കാന്ന് പറയും. അത് സമയം ആവണതിന് മുമ്പ് തിരക്ക് കൂട്ടുന്നതിനാണ് അജ്ലത്ത് എന്ന് പറയാം. അജ്ലത്ത് അൽ അജ്ലത്ത് മിനശ് ശൈത്താൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്ലത്ത് ശൈത്വാനിയത്താണ്, സുർഅത്ത് മലക്കിയത്താണ്. സാരിഉ
നിങ്ങൾ സുറഅത്ത് കാണിക്കണം. സമയമായിട്ടുണ്ട് കേട്ടോ, വേഗമായിക്കോട്ടെ. സമയമായി കഴിഞ്ഞു, വേഗമാവട്ടെ. ധൃതി കൂട്ടണം, സമയം ഒരുപാട് കഴിഞ്ഞു. എങ്ങോട്ടാ ധൃതി വെക്കേണ്ടത്? ഇനി വേറൊന്നും ചിന്തിക്കല്ലേ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്ത് എന്ന പദവി നേടാൻ ഇനി നിന്റെ മുന്നിൽ കുറഞ്ഞ സമയമേ ഉള്ളൂ. സമയം കളയല്ലേ, ധൃതി വെച്ചോളൂ. മഗ്ഫിറത്ത് എന്ന പദവിക്ക് ധൃതി വെക്കേണ്ടത്. അത് ധൃതിയിൽ നിനക്ക് കിട്ടിയാൽ വജന്ന, സ്വാഭാവികമായും സ്വർഗവും നിനക്ക് കിട്ടാം. ഏത് സ്വർഗം? സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശവും ഭൂമിയും നിരത്തി വച്ചാലുള്ള വിശാല വിസ്തൃതി, എത്രയോ അതിനപ്പുറത്തേക്ക് വരുന്ന സ്വർഗം. ആ സ്വർഗം കിട്ടാൻ നീ മഗ്ഫിറത്തിലേക്ക് ധൃതി വെച്ചേ പറ്റൂ എന്ന് പരിശുദ്ധ ഖുർആൻ. മഗ്ഫിറത്തിന് ശേഷമാണ് സ്വർഗം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓതിയ ആയത്ത് ആലുൽ ഇമ്രാനിന്റെ 136. കുറച്ചുകൂടി താഴേക്ക് വരുമ്പോ പിന്നെയും കാണാം സൂറത്ത് ആലുൽ ഇമ്രാനിന്റെ 131 136 ആയത്ത് കേട്ടോളൂ. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. സ്വർഗം കിട്ടുന്നവരെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ആരാണ് സ്വർഗം കിട്ടുന്നവരെന്നറിയുമോ? ഉലൈക ജസാഉഹും, അവർക്ക് കൂലിയായി നിശ്ചയിച്ചത് മഗ്ഫിറത്തും മിർ റബ്ബിഹിം, മഗ്ഫിറത്ത് കൂലിയായി കിട്ടിയപ്പോൾ വജന്നാത്ത്, സ്വർഗത്തിന്റെ എല്ലാ തോട്ടങ്ങളും അവർക്ക് കിട്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എവിടെയും ഖുർആൻ മഗ്ഫിറത്തിന് ശേഷമാണ് സ്വർഗം പറഞ്ഞിട്ടുള്ളൂ. ഫല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തും വറിസ്ഖുൻ കരീം. അമലുസ് സാലിഹാത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, അല്ലാഹു നമ്മുടെ അമലൊക്കെ സ്വാലിഹത്താക്കട്ടെ. അമലുസ് സാലിഹാത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് ലഹും മഗ്ഫിറ, സ്വർഗം കൊടുക്കാന്ന് പിന്നെ പറഞ്ഞത്. ലഹും മഗ്ഫിറ, അല്ലാഹു മഗ്ഫിറത്താ നൽകുക. വറിസ്ഖുൻ കരീം, മാന്യമായ ഒരു സുഖജീവിതം സ്വർഗത്തിലും അവൻ നൽകും എന്ന് അതിന് ശേഷാ പറഞ്ഞത്. മഗ്ഫിറത്താണ് ആദ്യം കിട്ടുക. അപ്പൊ ഇനി അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി പറയുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുമ്പോഴും ഇത് പാപം പൊറുക്കുന്ന പരിപാടി മാത്രമല്ലേ, അതിൻ്റെ അകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു വലിയ അർത്ഥം അതിൻ്റെ ഉള്ളിലുണ്ട്. അതിലേക്ക് നമ്മുടെ മനസ്സൊന്ന് എത്തിയാൽ നമ്മൾ ധന്യരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗം മഗ്ഫിറത്തിന് ശേഷം ഖുർആന്റെ ആയത്ത് ഇങ്ങനെ കിടക്കല്ലേ. الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. വലിയ പ്രതിഫലം എന്ന സ്വർഗം, അതിനു മുമ്പ് മഗ്ഫിറത്ത് ഉണ്ട് എന്ന് ഖുർആൻ പിന്നെയും പറഞ്ഞു സൂറത്തുൽ ഫാത്തിർ. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. എവിടെയും മഗ്ഫിറത്താണ്. സൂറത്തുൽ ഫത്ഹ് ഉലൈക الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. അല്ലാഹു ഖൽബ് നന്നാക്കിയാൽ പിന്നെ കിട്ടുന്നത് മഗ്ഫിറത്താണ്. അല്ലാഹു തരട്ടെ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. മിക്കവാറും രാത്രി ഓതുന്ന ഒരു ആയത്താണിത്. ഇതേത് സൂറത്തിലാണെന്ന് അറിയോ? ഇപ്പൊ ഓതിയ ആയത്ത് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഒരു പക്ഷേ നമ്മളിത് പറയും. ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക്. അവിടെയും പറഞ്ഞത് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ ഇരുട്ടിലും വെളിച്ചത്തിലും ഒരുപോലെ ഭയക്കുന്ന ആളുകൾ, അവർക്ക് കിട്ടുന്നതായ പ്രതിഫലം ലഹും മഗ്ഫിറ. മഗ്ഫിറത്ത് എന്ന പദവി അത് കിട്ടിയവരാണ്. അവരങ്ങോട്ട് മാറ്റിയിരുന്നു. ഇനി മഗ്ഫിറത്തിനേക്കാളും കുറച്ചും കൂടി അപ്പുറത്തേക്ക് കടന്ന ഒരു ഓഫർ ഉണ്ട് റമദാനിൽ. അത് 3-ാമത്തെ 10-ലാണ്. അത് അഫ്വാണ്. അഫ്വ് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്തിൽ മായാത്ത ചില അടയാളങ്ങളുണ്ട്. അത് അഫ്വിൽ മാഞ്ഞു പോകും. ഇപ്പൊ എന്റെ കയ്യിലൊരു മുറിവുണ്ട്, ഇത് പണ്ട് പിച്ചാത്തി കൊണ്ടതാണെന്ന് പറയാം.
പക്ഷേ മുറിവുണങ്ങി, കൈ പഴയ പോലെയായി, എന്നാലും അടയാളം അവിടെ ഉണ്ട്. ഒരു പാപം ചെയ്തവൻ പാപം ചെയ്തു എന്ന അടയാളം അവന്റെ ശരീരത്തിലുണ്ടാവും. അങ്ങനെയുണ്ട്. പാപം ചെയ്തവൻ പാപം ചെയ്തു എന്ന അടയാളം അവന്റെ ശരീരത്തിലുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്ലൈവുഡ് കമ്പനിയൊക്കെ ഉണ്ട്. അവിടെ തടി തള്ളിക്കൊടുക്കുന്ന ആള് വയറ് നല്ല ടൈറ്റ് വയറായിരിക്കും ആളുടെ. എന്തുകൊണ്ട്? അവനിങ്ങനെ തടി തള്ളി കൊടുക്കുമ്പോൾ അവന്റെ വയറിന് നല്ലൊരു വ്യായാമം കിട്ടുന്നുണ്ട്. കുറെ നാള് അവൻ പണിയില്ലാതെ കയറിയിരുന്നാലും അവന്റെ കൈ നോക്കിയാലും ഒരു പക്ഷെ വയറിലൊന്ന് നോക്കിയാലും ആ പഴയത് എന്തെങ്കിലും ഒരു അടയാളം. പണ്ടത്തെ ചുമട്ട് തൊഴിലാളികൾക്ക് നേരത്തെ പല്ല് പൊഴിയുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ പഴയ അടയാളം, ആ ശരീരത്തിൽ തീർത്തതായ ഒരു കെടുതി. പഴയ ലൈലാൻഡ് ലോറി ഡീവണ്ടി ഓടിച്ച ആൾക്ക് നെഞ്ചുവേദനയും ശ്വാസം മുട്ടും ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? പവർ സ്റ്റിയറിംഗ് അല്ല, അതിങ്ങനെ പിടിച്ച് വലിച്ച് വളച്ച് എടുത്തതിന്റെ പേരിലുണ്ടെന്ന് പറയാറുണ്ട്. ആ പഴയ തൊഴിലിന്റെ ഒരു അടയാളം ആ ശരീരത്തിൽ ഒരു പക്ഷെ കാണാം. അങ്ങനെ നമ്മൾ ചെയ്ത പഴയ പാപങ്ങളുടെ ഒരു ചെറിയ അടയാളമുണ്ട്. ആ അടയാളം കൂടി മായ്ക്കണ പരിപാടിക്കാണ് അഫ്വ് എന്ന് പറയാ. റമദാനിന്റെ അവസാനത്തെ പത്തിൽ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, പടച്ചവനെ അങ്ങനെ മാച്ച് കളയുന്നതാ നിനക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. അത് മാച്ച് കളയലിന്റെ സ്പെഷ്യലാണ് നീ എന്ന് എനിക്കറിയാം. ഫഅഫു അന്നി, എന്റേത് അങ്ങനത്തതൊക്കെ മാക്കണേ. അങ്ങനെ ദ്വാരക്കാനാ പറഞ്ഞത് അവസാനത്തെ പത്തില്. അപ്പൊ ഇത് അനിഷേധ്യമായി അടിമക്ക് ചെയ്യാൻ അള്ളാഹു താല്പര്യപ്പെട്ടിരിക്കുന്ന പരിപാടിയാ. മഗ്ഫിറത്തായാലും അഫ്വായാലും അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്, നമ്മൾ എത്ര പാപം ചെയ്താലും അള്ളാഹുവിന് ഇഷ്ടം നമുക്ക് പുറത്തു തരാനാ. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. തെറ്റ് ചെയ്തവരെ, തെറ്റുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? തെറ്റുകൾ ചെയ്തതെത്രയെന്ന് നമ്മൾ മറന്നാലും ഇത് പൊറത്തു തരുന്ന അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു കരുണയെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവോട് ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, പാപം പൊറുക്കാനെന്ന് ചോദിക്കാൻ അവൻ കാത്തിരിക്കുന്നു എന്ന് ഖുർആൻ. അള്ളാഹുവിന് ഇഷ്ടം അങ്ങനെയാണ്. അള്ളാഹു അതിനു വേണ്ടി കാത്തിരിക്കുകയാ. പാപം പൊറുക്ക എന്നതിലൂടെ ഈ പദം ഉച്ചരിക്ക വഴി അതിന് വേറെയും ലക്ഷ്യമുണ്ട്. പാപം പൊറുക്കുന്ന പോലെ അത് മുഴുവനും നീ എനിക്ക് തരണേ ഒന്ന് തോന്നല് നമ്മുടെ ഉള്ളിലുണ്ടാവാനായി മഗ്ഫിറത്തിനെ കുറിച്ച് ഇത്രയും പറഞ്ഞത് അള്ളാഹു നസീബാക്കട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനും ഈ മഗ്ഫിറത്താ ചോദിച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് പാപം പൊറുക്കലല്ല. പാപം പൊറുക്കൽ അതിലൂടെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. തെറ്റ് ചെയ്യാത്തവരും ചോദിച്ചത് ഈ മഗ്ഫിറത്ത് തന്നെയാണ്. സഹീഹ് മുസ്ലിം അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നഹു ലയുഗാനു അലാ ഖൽബി വഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ് ഫിൽ യൗമി മിഅത മറ നബിയുനാ റസൂലുള്ളാഹി. ഒരു പാപവും ചെയ്തില്ല, എന്നിട്ടും ഒരു ദിവസം ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ മഗ്ഫിറത്ത് ചോദിച്ചത് 100 വട്ടം മുടങ്ങിയിട്ടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു പാപവും ചെയ്തിട്ടില്ല. നമ്മളിവിടെ ഇരിക്കും, ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ പറയുന്നു. എന്നാലും ചിലർ ഓർക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോകാനുണ്ട് അല്ലെ, ഇടക്കത് കയറി ഒന്ന് മനസ്സിലായി. ഇൽമിന്റെ മജ്ലിസിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അല്ലാഹു നമുക്ക് തരട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കയറി ഇറങ്ങിയൊക്കെ വരാറുണ്ട്. റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് വഫാത്താകുന്നവരെ ഉള്ളിന്റെ ഉള്ളിലുള്ള ചിന്ത മുഴുവനും അല്ല എന്ന ചിന്തയാണ്. അതല്ലാത്ത വേറൊരു ചിന്ത ജനിച്ച് വഫാത്താകുന്നതിന്റെ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള. എന്നാലും മറ്റു പല സംസാരങ്ങളും വർത്താനങ്ങളും ചിന്തകളൊക്കെ വരാതിരിക്കില്ലല്ലോ. അതൊക്കെ ചിന്തിച്ചും വർത്താനം പറഞ്ഞൊക്കെ ഉണ്ടായാലേ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. മഹാനായ യഹ്യ നബിയെ കുറിച്ച് പറയുന്നത് മറ്റുള്ള അമ്പിയാക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ഹിസാബ് എളുപ്പമാകുന്ന മനുഷ്യനാണ് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം എന്ന് ഇമാം ഗസാലിയുടെ മുകാശഫയിൽ പറയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ മഹാനവറുകൾക്ക് അവിടുത്തെ കൽബില് അല്ല എന്ന ചിന്ത തൊർഫത്ത് ഐൻ ടൈം മാറിയിട്ടില്ല. തൊർഫത്ത് ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മുന്ന ടൈം. കണ്ണ് ചിമ്മുന്ന ടൈം പോലും അല്ലാഹ് എന്ന ചിന്ത മനസ്സിൽ നിന്ന് പോയിട്ടില്ല.
നമുക്ക് അള്ളാഹ് എന്ന ചിന്ത ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വന്നത് കൊറോണ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അള്ളാഹ് പഠിച്ചോനെ അല്ലെ, ആ നേരത്തെ റിസൾട്ട് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതോടുകൂടി പോയി ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞത് ഒഴിവാക്കി വിട്ടു. അതുവരെ എന്താവും എന്ന ബഹിഷ്കരണത്തിന്റെ സമയത്താണ് അള്ളാഹ് എന്നുള്ള ചിന്ത ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിനെ കീഴടക്കി ഇങ്ങനെ നിൽക്കുക. അള്ളാഹ് പഠിച്ചവനെ എന്താവും, അങ്ങനെയായിരുന്നു. എന്നാ യഹ്യാ നബിക്ക് ഈ ചിന്ത മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഈസ നബി പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇമാം ഗസാലി രേഖപ്പെടുത്താണ് ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ എന്നുള്ളത്. ത്വർഫത്ത് കഴിയുന്നു ഖുർആൻ പറഞ്ഞത് ആ മനുഷ്യന് 3-ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ പക്വത അള്ളാഹു നൽകിന സൂറത്ത് മറിയം. 2-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ തൗറാത്ത് എടുത്ത് വെച്ച് വഅദ് പറഞ്ഞു. അത്രയും വലിയ ഒരു മഹാനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ എന്നാണ് ഖുർആൻ പറഞ്ഞത്. തൗറാത്ത് എടുത്ത് വെച്ചിട്ട് വലിയ വലിയ പ്രവാചകന്മാർ നടത്തിയ പ്രബോധനത്തിന്റെ അതേ വയല് തന്നെ അങ്ങ് പറയണം. വയസ്സ് 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ജീവിച്ച കാലം മുഴുവനും ഒരു സെക്കൻഡിലും അള്ളാഹു എന്ന ചിന്ത ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. എന്നാലും മനുഷ്യരല്ലേ, മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നതല്ലേ, ഒരല്പം അങ്ങും ഇങ്ങും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അതിന് പറയുന്നതാണ് അൽ ഗൈൻ എന്ന് പറയും. അങ്ങനെയുള്ള സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചെറിയ അശ്രദ്ധ, അത് വന്നതിന്റെ പേരിലാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തെറ്റല്ലാട്ടോ അത് ചില സമയത്ത് ആ ചിന്ത കൂലിയുള്ളതാ. ഇപ്പൊ നമ്മളിവിടെ നിന്ന് ചിന്തിക്കാണ് ഈ പ്രാവശ്യത്തെ നോമ്പ് തറ 1 ദിവസമല്ല 2 ദിവസം അങ്ങോട്ട് നടത്താം, എന്താ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, റാഹത്താണ്. ആ ഒരു ചിന്തയാണ് ഇതിന്റെ ഇടയിൽ വന്നാൽ ആ ചിന്തക്ക് എന്തുണ്ട്, കൂലിയുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ വന്നു എന്ന നിലക്ക് അതിന് അറബിയിൽ അൽ ഗൈൻ എന്ന് പറയാം. നിബിതങ്ങൾക്ക് അൽ ഗൈൻ എന്ന ചിന്തയാണ് ഉണ്ടായിട്ടുള്ളൂ. ആ സന്ദർഭത്തിൽ ഇമാം നബവി അവിടുത്തെ ശറഹ് മുസ്ലിമിൽ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പോലും അതിനു വേണ്ടിയിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നത്. നമ്മുടെ മാതിരി അല്ല അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. എവിടേക്ക് പോകും ആ മനസ്സ്? അങ്ങനെയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹൽ അസീം പറയുന്നുണ്ട് 3 വട്ടം. എന്താണ് അതിന്റെ കടുപ്പമെന്നറിയോ? അത് 3 രീതിയിൽ നമ്മൾ മനസ്സിൽ തട്ടി തന്നെ ചെയ്യണം. അത് ഒറ്റ വചനം പോലെ അങ്ങനെ അങ്ങനെയല്ല, ഗൗരവമേറിയ 3 പ്രയോഗങ്ങളാണ് ആ 3 ദിക്റുകൾ. എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ നിസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ എന്റെ മനസ്സ് നിസ്കാരത്തിലുണ്ടായിട്ടില്ല, ആ നിസ്കാരത്തിന്റെ അകത്ത് ഇല്ലാതിരുന്നതിനെ പുറത്തു വന്ന് പരിഹരിക്കാൻ വേണ്ടിയായി 3 അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ പറയലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ നിസ്കരിക്കുമ്പോൾ മറ്റു ചിന്ത വരുന്നു. അലി റളിയല്ലാഹു അൻഹു ഉണ്ട് ആ സദസ്സിൽ. എന്തോന്ന് ചോദ്യമാണ് ഈ മനുഷ്യൻ വന്ന് ചോദിക്കുന്നത്? റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. എന്ത്? അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ആർക്കെങ്കിലും നിസ്കാരത്തിൽ മറ്റു ചിന്ത വരൂ? അലി റളിയല്ലാഹു അൻഹു തന്റെ നിസ്കാരത്തെ കുറിച്ച് മറ്റൊരിടത്ത് അവതരിപ്പിക്കുന്നത്, സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾക്ക് അടിയിൽ നിന്നും ചൂടടിച്ചാൽ എങ്ങനെയോ ആ ഒരു അവസ്ഥയിൽ ഈ നിസ്കാരം കൊണ്ട് നന്നായിട്ട് വേണം എനിക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ. അങ്ങനെ ഓർത്താൽ ഞാൻ കൈ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ചിന്ത എന്ന് സയ്യിദുനാ അലി. ആ ആളാണ് പറയുന്നത്, നിസ്കരിക്കാൻ നിൽക്കുമ്പോ മറ്റു ചിന്ത വരുന്നു എന്ന് പറയാൻ ഇയാൾക്ക് നാണമില്ല. അങ്ങനെ ആരെങ്കിലും പറ്റൂ? പതുക്കെ പറഞ്ഞത് റസൂലുള്ള കേട്ടു. പറഞ്ഞു, അലിയെ പോയി ഒളു എടുത്ത് വന്നേ, 2 റക്അത്ത് അങ്ങോട്ട് നിസ്കരിക്കാം. നിസ്കാരത്തില് മറ്റു ചിന്തകൾ വരുന്നില്ല എന്നത് എങ്ങനെ ഒന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ സ്വഹാബിയോട് പറഞ്ഞു, ഒന്ന് കാത്തിരിക്കണേ, മറ്റു ചിന്ത വരാത്തത് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമെന്ന് അലി കാണിച്ചു തരും. അലി റളിയല്ലാഹു അൻഹു ഒളു എടുത്ത് വന്നപ്പോ പറഞ്ഞു, നന്നായിട്ട് നിസ്കരിച്ചോ, ഇത് നന്നായിട്ട് മറ്റു ചിന്ത വരാതെ നിസ്കരിച്ച് പൂർത്തീകരിക്ക എന്ന ഈ ടാസ്ക് അലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ എന്റെ ഒരു പുതപ്പ് തരാം, എന്റെ ഒരു പുതപ്പ് ഞാൻ അലിക്ക് തരാം എന്ന് പറഞ്ഞു. സന്തോഷായി. മഹാനായ അലി റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ കൈ കെട്ടി. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തൊക്കെ കഴിഞ്ഞ് സുജൂദ് കഴിഞ്ഞ് 2-ാമത്തെ റക്അത്തിൽ വന്നപ്പോ ആഗ്രഹിച്ചു പോയി, പടച്ച റബ്ബേ റസൂലുള്ളാഹിക്ക് 2 പുതപ്പുണ്ട്, ആ കൊണ്ടുവന്ന നജറാനിലെ പുതപ്പ് എനിക്ക് തന്നിരുന്നുവെങ്കിൽ അതാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള പുതപ്പ്, പടച്ചോനെ അതായിരിക്കുമോ കിട്ടാ സയ്യിദുനാ അലി. നിസ്കാരം കഴിഞ്ഞപ്പോ ആ പുതപ്പന്നെ അങ്ങ് കൊടുത്തു. അതാണല്ലോ മൂപ്പര് ആഗ്രഹിച്ചത്. നിസ്കാരം കഴിഞ്ഞപ്പോ ആ പുതപ്പ് തന്നെ കൊടുത്തു. അതാണല്ലോ മൂപ്പര് ആഗ്രഹിച്ചത്. എന്നിട്ടെല്ലാരോടും പറഞ്ഞു, മനുഷ്യന്റെ മനസ്സാ
അങ്ങും ഇങ്ങും ഓടിക്കളിക്കുന്ന മനസ്സാ. നിസ്കാരത്തിൽ അങ്ങനെ മനസ്സ് ഓടിക്കളിക്കുന്നോടത്ത് പരിഹാരമാണ്. നിസ്കാരത്തിൽ പുതപ്പിന്റെ ചിന്തയായാലും, ഗൾഫിൽ പോകേണ്ട ചിന്തയാണെങ്കിലും, വാഹനം വാങ്ങിയതിന്റെ ചിന്തയായാലും, കറിയിൽ ഉപ്പ് കൂടുതലായോ എന്ന ചിന്തയായാലും, ഏത് ചിന്തയായാലും മനുഷ്യന്റെ മനസ്സാ വന്നു പോകാം. നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ മനസ്സിൽ തട്ടി 3 വട്ടം ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ആ മനുഷ്യനത് 100 എണ്ണം ചൊല്ലിയത് 100 അർത്ഥത്തിലാണ്. ആ മനസ്സിന് 100 യാത്രകളായിരുന്നു. ആ മനസ്സ് അള്ളാഹുവിലേക്ക് ചേക്കേറിയതാ 100 വട്ടവും ആനന്ദത്തിലായിരുന്നു. അതൊരു ലഹരിയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മഗ്ഫിറത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ആനന്ദ. ഇത് അള്ളാഹു പാപം പൊറുക്കൽ മാത്രമല്ല തരുന്നത്, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്.